കറുപ്പ്. ആർ.ജെ. ബാലാജി ഡയറക്റ്റ് ചെയ്യുന്ന സൂര്യ സിനിമയാണ് കറുപ്പ്. വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ചെറിയ ഹൈപ്പൊക്കെ ഈ പടത്തിനുണ്ട്. മെയ് 14-നാണ് പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്തത്. ഇപ്പോൾ ഈ പടത്തിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. അതായത് പടത്തിൻ്റെ വർക്കുകൾ ഫൈനൽ സ്റ്റേജിലാണ്. എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, VFX ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി ഫൈനൽ ഔട്ട് റെഡിയാകാൻ പോകുവാണ്. അപ്പോൾ ഫൈനൽ ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പടത്തിൻ്റെ പ്രൊമോഷൻ വർക്ക് ആരംഭിക്കും. ഏപ്രിൽ മാസത്തിൽ തന്നെ പടത്തിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഓരോന്നായി ഇങ്ങെത്തും. ആദ്യം കറുപ്പ് തേർഡ് സിംഗിൾ, അത് കഴിഞ്ഞ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ. പടത്തിൽ മൊത്തം 4 സോങ് ആണുള്ളത്. അപ്പോൾ ഇനി 2 എണ്ണം കൂടി പെൻഡിങ്ങിലാണ്. അടുത്ത അപ്ഡേറ്റ് കറുപ്പ് ഓഡിയോ ലോഞ്ച്. വലിയ സ്കെയിലിൽ നടക്കുന്ന ഒരു വലിയ ഓഡിയോ ലോഞ്ച് ഇവൻ്റാണ് ഈ പടത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കമൽഹാസൻ, രജനീകാന്ത്, മണിരത്നം, ധനുഷ് അങ്ങനെ ഒരുപാട് പേര് ഈ ഇവൻറ്റിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ് കിട്ടിയത്. അടുത്തത് കറുപ്പ് ട്രെയിലർ. ഏപ്രിൽ ലാസ്റ്റ് വീക്കോടെ കറുപ്പ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിടും. അതോടെ കറുപ്പിൻ്റെ ഹൈപ്പ് പീക്ക് പോയിന്റിലെത്തും. സൂര്യയുടെ 1 വർഷത്തിന് ശേഷമുള്ള റിലീസ് ആയതുകൊണ്ട് ഫാൻസിൻ്റെ ഇടയിലൊക്കെ ഈ പടത്തിന് വല്ലാത്ത പ്രതീക്ഷയാണ്. പിന്നെ ഈ ടൈപ്പ് ഓഫ് മാസ് മസാല പടങ്ങളൊന്നും സൂര്യ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കറുപ്പ് സൂര്യ ഫാൻസിനും സൂര്യയ്ക്കും ഒരുപാട് സ്പെഷ്യലാണ്. അടുത്തതും ഒരു സൂര്യ പ്രോജക്റ്റാണ്. സൂര്യ 47-ന് ശേഷം സൂര്യയുടെ കരിയറിൽ വരാനിരിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ഇനിയും പെൻഡിങ്ങിലാണ്. പ്രത്യേകിച്ച് സൂര്യ 48 മുതൽ സൂര്യ 50 വരെയുള്ള പ്രോജക്റ്റുകൾ ഇതിനോടകം തന്നെ സൂര്യ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് ഒരു ഡയറക്ടർ കൂടി എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഡയറക്ടർ H. വിനോദും സൂര്യയും ഒന്നിക്കുന്ന പുതിയ പ്രോജക്റ്റാണിത്. കുറേ കാലം മുമ്പ് ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നതാണെങ്കിലും പിന്നീട് അതങ്ങ് സ്റ്റക്കായി. എന്നാൽ ഇപ്പോൾ ഈ സിനിമ വീണ്ടും ട്രാക്കിലെത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കോമ്പിനേഷനിൽ എന്താണ് ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇത് വെറുമൊരു മാസ് എൻ്റർടൈനർ ആയിരിക്കില്ല. കാര്യം H. വിനോദ് സാധാരണയായി ചെയ്യുന്ന സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ ശക്തമായ കഥയും റിയലിസ്റ്റിക് ട്രീറ്റ്മെൻറ്റൊക്കെയുള്ള സിനിമകളാണ്. അതുകൊണ്ട് തന്നെ സൂര്യനെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ പടം നിർമ്മിക്കാൻ പോകുന്നത് സൂര്യയുടെ തന്നെ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള 2D എൻ്റർടൈൻമെൻറ്റ്സും KVN പ്രൊഡക്ഷനും ചേർന്നാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഇൻഡസ്ട്രിക്കുള്ളിലെ അപ്ഡേറ്റ് അനുസരിച്ച് സൂര്യ 49 ഈ പ്രോജക്റ്റ് ആയിരിക്കും. AA24 അഥവാ അല്ലു ബേസിൽ പടം. ലോകേഷ് കനകരാജിൻ്റെ സിനിമയ്ക്ക് ശേഷം അല്ലു അർജുൻ ചെയ്യാൻ പോകുന്ന അടുത്ത പ്രോജക്റ്റാണ് AA24. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ പ്രോജക്റ്റ് സംവിധാനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളി ഡയറക്ടറായിട്ടുള്ള ബേസിൽ ജോസഫാണ്. ഇത് കൺഫേം ആണ്. അല്ലു ബേസിൽ കോംബോയിൽ ഒരു സിനിമ സംഭവിക്കുമെന്ന് നേരത്തെ റൂമർ വന്നിരുന്നു. ഈ പടം അല്ലു അർജുൻ്റെ കരിയറിൽ തന്നെ വലിയൊരു ഡിഫറൻറ്റ് സ്റ്റൈലിഷ് എക്സ്പെരിമെൻ്റൽ പടമായിരിക്കും. കാര്യം ഈ ബേസിൽ ജോസഫിൻ്റെ പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ എൻ്റർടൈൻമെൻറ്റും കിടിലൻ കഥയുമൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡയറക്ടറാണ്. ഹ്യൂമർ, ഫാൻറ്റസി, ഇമോഷൻസ് ഇതെല്ലാം നല്ല രീതിക്ക് ബാലൻസ് ചെയ്ത് അവതരിപ്പിക്കാൻ പുള്ളിക്ക് കഴിയും. ഈ മിന്നൽ മുരളിയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ നമുക്ക് വേണ്ട രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞേക്കും. അടുത്ത അപ്ഡേറ്റ് AA24 ഒരു വലിയ സ്കെയിലിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. അതായത് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് ബേസിലാണെങ്കിലും ഈ പടം സംഭവിക്കുന്നത് മലയാളത്തിലായിരിക്കില്ല എന്നാണ് അപ്ഡേറ്റ്. ഇതൊരു തെലുങ്ക് പ്രോജക്റ്റ് ആകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. വലിയ സ്ക്രിപ്റ്റ്, വലിയ കാസ്റ്റ്, വലിയ പ്രൊഡക്ഷൻ, വലിയ പടം. അപ്പോൾ അപ്ഡേറ്റ് ഉടനെ കാണും. കത്തനാർ. മലയാള സിനിമയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള പ്രോജക്റ്റുകളിൽ ഒന്നാണ് ജയസൂര്യയുടെ കത്തനാർ. ഇതൊരു വലിയ പടമാണ്. മലയാളം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പടം. മലയാളത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ പാൻ വേൾഡ് പടം. ഹോം എന്ന സിനിമയ്ക്ക് ശേഷം റോജിൻ തോമസ് ആണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ പടത്തിന് ട്രെയിലർ പുറത്തുവിട്ടിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി. ഇത് സാധാരണ ഒരു പടമല്ല. ഏകദേശം 3 മിനിറ്റ് അടുത്ത് വരുന്ന ട്രെയിലറിൽ വലിയൊരു സിനിമാറ്റിക് ലോഗോ ആണ് അവർ എക്സ്പ്ലോർ ചെയ്തത്. ആദ്യമായി പറയേണ്ടത് വിഷ്വൽ ക്വാളിറ്റിയെക്കുറിച്ചാണ്. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ലെവലിലാണ് ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ. ഓരോ ഷോട്ടും വളരെ കെയർഫുള്ളായി ഡിസൈൻ ചെയ്ത് സെറ്റുകൾ, കോസ്റ്റ്യൂംസ്, ലൈറ്റ്സ് എല്ലാം കൂടി ഒരു പീരിയോഡിക് വേൾഡ് റിയലിസ്റ്റിക് ആയി കാണാം. പിന്നെ ഇത് CGI മാത്രം ആശ്രയിച്ചൊരു സിനിമയല്ല. പ്രാക്ടിക്കൽ എഫേർട്ടും ഇതിൽ ഒരുപാടുണ്ട്. ട്രെയിലറിലെ ഓരോ ഷോട്ടും അത് വ്യക്തമാക്കുന്നുണ്ട്. കത്തനാർ 4 വർഷത്തോളം എഫേർട്ടുള്ളൊരു പടമാണ്. അതുകൊണ്ട് തന്നെ ഒരു സീനിൽ പോലും ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്ര വലിയൊരു പീരിയോഡിക് സിനിമ വരുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ്. ഇനി പടത്തിൻ്റെ സ്റ്റോറിയിലേക്ക് വന്നാൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ടറിഞ്ഞ കഥകളിലെ കത്തനാർ മാത്രമല്ലിത്. കഥയിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിലും അത് മാത്രമല്ല, ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകൾ, അൺടോൾഡ് സ്റ്റോറികൾ ഈ പടത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പടത്തിൽ നമ്മുടെ ലാലേട്ടനും ഒരു ചെറിയ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടെന്നാണ് നിലവിൽ വരെ അറിയാൻ സാധിച്ചത്. അതും ഈ പടത്തിന് ഒരു എക്സ്ട്രാ ഹൈപ്പ് കൂടുന്നുണ്ട്. പടത്തിന് റിലീസ് ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ കൺഫേം ആണ്. വിശ്വനാഥ് ആൻഡ് സൺസ്. വെങ്കി അദുരി ഡയറക്റ്റ് ചെയ്യുന്ന സൂര്യ സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. വെങ്കി അദുരി ഡയറക്റ്റ് ചെയ്യുന്ന ഈ പടം ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറാണ്.
കറുപ്പ് റിലീസിന് കൃത്യം 2 മാസത്തെ ഗ്യാപ്പിലാണ് ഈ പടം റിലീസാകുന്നത്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. വിശ്വനാഥ് ആൻഡ് സൺസ് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുവാണ്. ഏപ്രിൽ മാസത്തിൽ തന്നെ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടും. ജനനായകൻ ദളപതി വിജയ് എച്ച് വിനോദ് കോംബോയിൽ വരുന്ന അണ്ണൻ്റെ അവസാന പടം എന്ന ലേബലിൽ വരുന്ന പടമാണ് ജനനായകൻ. ഒരു വിജയ് സിനിമയെ നേരിട്ടിട്ടില്ലാത്തത്ര പ്രശ്നങ്ങളാണ് ഈ വിജയ് പടത്തിന് നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ പടത്തിന് റിലീസ് മുടങ്ങിയിട്ട് ഏതാണ്ട് 3 മാസത്തോളമായി. ഇതുവരെ ഈ പടത്തിനെ പറ്റി ഒരറിവുമില്ലായിരുന്നു. കാര്യം വേറെ ഒന്നുമില്ല, പൊളിറ്റിക്കലി ഉള്ള പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞ് റിലീസ് മുടക്കുക, അത് കട്ട് ചെയ്ത് റീസൺസിന് അയച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനാണ്. എന്തായാലും നമുക്ക് അപ്ഡേറ്റിലേക്ക് വരാം. ജനനായകൻ വീണ്ടും റിലീസിനെത്താൻ പോകുവാണ്. പടത്തിൻ്റെ റിലീസിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് ഓവർസീസിലും തിയേറ്റർ അസോസിയേഷൻ ഗ്രൂപ്പിലുമൊക്കെ ചെന്നിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഏപ്രിൽ 24-ന് ജനനായകൻ വീണ്ടും റിലീസിനെത്താൻ പോകുവാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ നിന്ന് മിസ്സായ പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നിട്ട് നോക്കിയാൽ മതി. ഇനിയൊരു പേഴ്സണൽ കാര്യമാണ്, നമ്മുടെ ചാനലിൽ ഇന്നലെ രാവിലെ കൃത്യം 10:32-ന് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന, വോയിസ് ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സപ്പോർട്ട് നിങ്ങൾ എന്നും എനിക്ക് തന്നേക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.